നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീജേഷ്, അവൈറ്റിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ഡെങ്കിപ്പനിയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് മഴക്കാലത്ത് കൂടുതൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഡെങ്കിപ്പനി. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഡെങ്കിപ്പനി ഒരു വൈറൽ ഫീവറാണ്. അപ്പോൾ ഡെങ്കി വൈറസാണ് യൂഷ്വലി ഡെങ്കിപ്പനി ഉണ്ടാക്കുന്നത്. ഇത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കാണ് പകരുന്നത്. അത് ഡയറക്റ്റ് സ്പ്രെഡല്ല, കൊതുകുകടി വഴിയാണ് നമുക്ക് ഡെങ്കിപ്പനി വരുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കാണുന്ന ഈഡിസ് ഈജിപ്തി എന്ന മൊസ്കിറ്റോ കൊതുകിൽ നിന്നാണ് ഡെങ്കു പകരുന്നത്. കൊതുക് സാധാരണഗതിയിൽ മനുഷ്യനിർമ്മിതമായ വെള്ളക്കെട്ടുകളിലാണ് ഇത് വളരുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ടിന്നുകൾ, ചിരട്ട, വാട്ടർ സ്റ്റോറേജ് ടാങ്കുകൾ, അങ്ങനെ എവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ ഫ്രഷ് വാട്ടറിൽ ഈഡിസ് ഈജിപ്തി കൊതുക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. യൂഷ്വലി നമ്മൾ പറയുക, ഡെങ്കിപ്പനി പനി തുടങ്ങുന്നതിന് 2 ദിവസം മുതൽ പനി മാറി 1-1.5 ദിവസം വരെ ആ വ്യക്തി ഇൻഫെക്റ്റീവാണ്. ആ സമയങ്ങളിൽ കൊതുകടി കൊണ്ടു കഴിഞ്ഞാൽ ആ കൊതുകിൽ ഈ വൈറസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സമയം കഴിഞ്ഞ് ഈ കൊതുക് പോയി കടിക്കുമ്പോഴാണ് മറ്റൊരാൾക്ക് ഡെങ്കിപ്പനി വരുന്നത്. നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ എന്തെന്ന് നോക്കാം. സാധാരണ വൈറൽ പനിയിൽ കാണുന്ന പോലെ തന്നെ ശക്തമായ പനി, മേലുവേദന, സന്ധിവേദന, മസിൽ പെയിൻ, റിട്രോഓർബിറ്റൽ പെയിൻ, അത് കണ്ണുകൾ മൂവ് ചെയ്യുമ്പോഴുള്ള പെയിൻ, റാഷ്, ഒരു ചെറിയൊരു എറിത്തമാറ്റസ് റാഷാണ് പിന്നെ നമ്മൾ ഡെങ്കുവിൽ കോമൺ ലക്ഷണങ്ങൾ. ഇതല്ലാതെ ഡെങ്കുവിൻ്റെ കോംപ്ലിക്കേഷൻസ് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ രോഗികൾക്ക് വരും. അപ്പോൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 2 ദിവസത്തിൽ കൂടുതലുള്ള എല്ലാ പനികൾക്കും നിങ്ങൾ ഉടനടി വൈദ്യസഹായം തേടേണ്ടതാണ്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി എല്ലാ വൈറൽ ഫീവറിലും പോലെ ഉള്ള ജനറൽ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. റെസ്റ്റ് ചെയ്യാൻ പറയും, പിന്നെ ധാരാളം ഫ്ലൂയിഡ്സ് എടുക്കാം. നമ്മൾ ഇലക്ട്രോലൈറ്റ് റിച്ചുള്ള ഫ്ലൂയിഡ്സായ ORSO, കഞ്ഞിവെള്ളമോ കരിക്കും വെള്ളം, അങ്ങനത്തെ ഫ്ലൂയിഡ്സാണ് 2 to 3 liters പെർ ഡേ എങ്കിലും എടുക്കണം. പ്രോപ്പർ ചികിത്സ, കൃത്യമായ ചികിത്സയും പരിചരണവും ഉണ്ടെങ്കിൽ നമുക്ക് റിക്കവറിയിലേക്ക് പോകും. ഇതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻറ്റ് അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ പ്രിവെൻഷൻ ആസ്പെക്റ്റ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, കൊതുകാണ് ഇതിൻ്റെ പ്രധാന കാര്യം. കൊതുകിനെ ഒഴിവാക്കിയാൽ ഇത് മനുഷ്യനിലേക്ക് സ്പ്രെഡ് ആവില്ല. നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ വീടിന് കൊതുകിന് വളരാൻ ആവശ്യമുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതായത് ഡ്രൈ ഡേ ആചരിക്കുക, വെള്ളം കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ പുറത്തേക്ക് കളയുക, വെള്ളം ഒഴിച്ച് കളയുക, അല്ലെങ്കിൽ എണ്ണ ഒഴിക്കുക അതിൻ്റെ മേലെ, അല്ലെങ്കിൽ നമ്മൾ ഗപ്പി പോലെയുള്ള ഫിഷസൊക്കെ ഇതിൻ്റെ ലാർവേനെ കഴിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ വളർത്തുക മുതലായ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാം. നമ്മൾ കൊതുക് അടിക്കാതിരിക്കാനുള്ള കൊതുക് വല, മൊസ്കിറ്റോ നെറ്റ്സ്, പിന്നെ ക്രീംസ്, കൊതുക് തിരി, അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡെങ്കുവിനെ കുറിച്ച് പറയാനുള്ളത്.